അയൽ അസ്വസ്ഥമാണ്. പാകിസ്ഥാനിൽ ബലോചിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിനിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ 27 യാത്രക്കാരെ മോചിപ്പിക്കാൻ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. ഇതുവരെ 155 ബന്ദികളെ പാക് സൈന്യം രക്ഷിച്ചു. സ്വന്തം അതിർത്തിക്കുള്ളിൽ താരതമ്യേന ചെറുകിട ആയുധങ്ങളും ദുർബലമായ സംഘടനാശേഷിയും ഉപയോഗിച്ച് വിഘടനവാദികൾ നടത്തിയ ഒരു ഭീകരാക്രമണത്തെ 24 മണിക്കൂർ പിന്നിട്ടിട്ടും പാകിസ്ഥാൻ സൈന്യത്തിന് പൂർണ്ണമായി പ്രതിരോധിക്കാനാകാത്തത് എന്തുകൊണ്ടാണ്? ബലോച്ച് പ്രശ്നം രൂപീകരണ കാലം മുതലേ പാകിസ്ഥാൻ എന്ന ദേശരാഷ്ട്രത്തിൻ്റെ തീരാത്ത തലവേദനയാണ്. കൃത്യമായ ഇടവേളകളിൽ ബലോച്ചുകൾ പാകിസ്ഥാനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു ഇക്കാലം അത്രയും. ഇത്തവണ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്ത് നടത്തിയ ആക്രമണമായിരുന്നു. തട്ടിക്കൊണ്ടുപോയവരിലേറെയും പാകിസ്ഥാൻ സൈനികരും പോലീസുകാരുമാണ്. എന്തുകൊണ്ടാണ് ബന്ദി മോചനം വൈകുന്നത്? നോക്കാം 59 സെക്കൻഡിൽ. ബലൂചിസ്ഥാനിൽ നിന്ന് പെഷാവറിലേക്ക് പോയ ജാഫർ എക്സ്പ്രസ് റാഞ്ചിയതിനെ തുടർന്നുണ്ടായ ഏറ്റുമുട്ടലിൽ ഇതുവരെ 46-ലധികം പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ഏറ്റുമുട്ടലിൽ 30ഓളം പാക് സുരക്ഷാ ഉദ്യോഗസ്ഥരും 16 ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അംഗങ്ങളും കൊല്ലപ്പെട്ടു. 500ഓളം യാത്രക്കാരുണ്ടായ ട്രെയിനിൽ 100-ലധികവും പാക് സൈനികരും ഇന്റലിജൻസ് ഭീകരവാദ വിരുദ്ധ സ്ക്വാഡ് അംഗങ്ങളുമായിരുന്നു. സ്ത്രീകളും കുട്ടികളും ബലോച്ച് പൗരരും ഒഴികെ 182 യാത്രക്കാരായിരുന്നു BLAയുടെ തടവിലായത്. ബന്ദികൾക്കിടയിൽ ശരീരത്തിൽ ബോംബ് കെട്ടിവെച്ച ചാവേറുകൾ നിലയുറപ്പിച്ചതാണ് ശേഷമുള്ളവരെ മോചിപ്പിക്കാനുള്ള പ്രതിസന്ധി. സമ്പൂർണ്ണ സൈനിക നീക്കത്തിന് പാക് സേന ശ്രമിച്ചാൽ ബന്ദികളെ വധിക്കുമെന്നാണ് BLAയുടെ മുന്നറിയിപ്പ്. എങ്കിലും സേനാ നീക്കവുമായി മുന്നോട്ടു പോകാനാണ് പാക് സർക്കാരിന്റെ തീരുമാനം. രൂക്ഷമായ ഏറ്റുമുട്ടൽ മേഖലയിൽ നടക്കുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ബലോച്ചിലെ പ്രകൃതി വിഭവങ്ങൾ ലക്ഷ്യമിട്ടാരംഭിച്ച പാക് ചൈന വ്യാവസായിക ഇടനാഴിയിലെ പ്രധാന മേഖലയിലാണ് നിലവിൽ ആക്രമണമുണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. പക്ഷെ നമുക്ക് ബലോച്ച് പ്രശ്നം ഒന്ന് പരിശോധിച്ചു. അതിൻ്റെ അഭിപ്രായങ്ങൾ കർഷകരുടെ കിട്ടാറുണ്ട്. ഞാൻ പറയാം. ബലോചിസ്ഥാനിലെ വലിയ പ്രശ്നമാണ്. അത് ഏത് നിലക്കാണ് ആ പ്രശ്നം എന്ന് നമുക്ക് പരിശോധിക്കാം. അതിലെ പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ടാണ് ബന്ദി മോചനം വൈകുന്നത് എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിന് കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്, അതിൻ്റെ സംഭവങ്ങൾ കൂടെ മനസ്സിലാക്കണം. ജാഫർ എക്സ്പ്രസ് ബലോച്ച് ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് ഇന്നലെയാണ്. കഴിഞ്ഞ ദിവസമാണ്. വലിയ തോതിൽ ഇൻ്റർനാഷണൽ ശ്രദ്ധ കിട്ടി. റെയിൽവേ ട്രാക്ക് BLA സ്ഫോടനത്തിലൂടെ ആദ്യം തകർത്തു. എന്നിട്ടാണ് തട്ടിയെടുത്തത്. പാക് സൈനികരും പോലീസുകാരും ഉൾപ്പെടെ ബന്ദികളായിട്ട് നിൽക്കുകയാണ് ഇപ്പോഴവിടെ. ശരീരത്തിൽ ബോംബ് ഘടിപ്പിച്ച ചാവേറുകളാണ് ബന്ദികൾക്കൊപ്പമുള്ളത്. അതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ടാണ് എല്ലാവരെയും രക്ഷപ്പെടുത്താൻ ശ്രമിക്കാത്തത്. സൈനിക ഓപ്പറേഷൻ ശ്രമിച്ചാൽ വധിക്കും എന്ന ഭീഷണിയാണ് ഈ ലിബറേഷൻ ആളുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുവരെ 190 പേരെ മോചിപ്പിച്ചിട്ടുണ്ട് എന്നത് ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത്രയും പേരെ മോചിപ്പിക്കാൻ സാധിച്ചു. ബാക്കിയുള്ളവരാണ് ബന്ദികളായിട്ട് തുടരുന്നത്. എന്താണ് ബലോചിസ്ഥാൻ എന്ന ചോദ്യം എല്ലാവരും, ഈ വാർത്ത കേട്ട ആളുകളുടെ എല്ലാം ഉള്ള എന്താണ്? പ്രത്യേക സാംസ്കാരിക തനിമയുള്ള ഒരു ജനവിഭാഗമാണ്. പാകിസ്ഥാൻ്റെ ആ ഭാഗത്തുള്ള ആളുകളാണ് ബലോച്ചികൾ. പാകിസ്ഥാനിലും ഇറാനിലുമായിട്ട് വിഭജിക്കപ്പെട്ട് കിടക്കുകയാണ്. പാകിസ്ഥാനിൽ മാത്രമല്ല, ഇറാനിലുമുണ്ട്. 909 കിലോമീറ്റർ നീളമാണ് പാകിസ്ഥാൻ ഇറാൻ അതിർത്തിക്ക്. ഏതാണ്ട് ഈ പ്രദേശങ്ങളിലാണ് ബലോചിസ്ഥാൻ എന്ന് വിളിക്കുന്ന സ്ഥലമുള്ളത്. അതിർത്തി രേഖയ്ക്ക് ഇരുപുറവുമായി ബലോജികൾ അധിവസിക്കുന്നു. ഈ പ്രത്യേക ജനവിഭാഗം അധിവസിക്കുന്നു. പാകിസ്ഥാൻ സംസ്കാരത്തിൽ നിന്ന് തീർത്തും ഭിന്നമായ ഭാഷയും സംസ്കാരവുമാണ് തങ്ങൾക്കെന്നാണ് ബലോജികൾ അവകാശപ്പെടുന്നത്. 90 ലക്ഷം മുതൽ 1 കോടി വരെ ബലോജികൾ ഇവിടെയുണ്ട്. വലിയൊരു ജനസംഖ്യയുള്ള വിഭാഗമാണ് ബലോചിസ്ഥാനിൽ ഉള്ളവർ. 5 ലക്ഷം ബലോജികൾ ഇരു രാജ്യങ്ങളിലുമായി അതിർത്തി പങ്കിടുന്ന അഫ്ഗാനിലുമുണ്ട്. പാകിസ്ഥാനിലും ഇറാനിലും മാത്രമല്ല, അഫ്ഗാനിലുമുണ്ട്. ബലോജികൾ സ്വന്തം ദേശമെന്ന് കരുതുന്ന പ്രദേശമാണ് അവർക്ക് ബലോചിസ്ഥാൻ. നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ബലോചിസ്ഥാൻ 3 രാജ്യങ്ങളിലായി കിടക്കുന്നതാണ് ബലോചിസ്ഥാൻ എന്ന് പറയാം. ഈ ബലോജികൾ സ്വന്തം ഒരൊറ്റ വ്യത്യസ്തമായ ജനവിഭാഗമായിട്ടാണ് കരുതുന്നത്. വിഭജനകാലത്ത് ഇന്ത്യയിൽ ചേരാൻ ഒരു വിഭാഗം ബലോജികൾ തയ്യാറായിരുന്നു ആദ്യഘട്ടത്തിൽ മാത്രം. പക്ഷേ ബലോജികളുടെ പൊതുവികാരം സ്വതന്ത്ര ബലോചിസ്ഥാൻ എന്നായിരുന്നു. ഇന്ത്യക്കും പാകിസ്ഥാനും ഒപ്പമല്ല, ബലോചിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം. ജിന്നയുടെ പിടിവാശിയും ബ്രിട്ടീഷുകാരുടെ അഭിപ്രായവും പാകിസ്ഥാനിൽ ചേരാനായിരുന്നു. പക്ഷേ അവർ അപ്പോഴും ശ്രമിച്ചു നോക്കി ഒറ്റയ്ക്ക് രാജ്യമുണ്ടാക്കാൻ. ഒപ്പമുണ്ടായിരുന്ന മിക്ക നാട്ടുരാജ്യങ്ങളും പാകിസ്ഥാനിലേക്ക് ചേർന്നു. പക്ഷേ അപ്പോഴും ചില പ്രവിശ്യകൾ ബലോചിസ്ഥാൻ എന്ന നിലയിൽ തന്നെ നിൽക്കണം എന്ന അഭിപ്രായമുണ്ടായിരുന്നെങ്കിലും പക്ഷേ പൊതു തീരുമാനം മറിച്ചായതുകൊണ്ട് അവരുടെ സ്വതന്ത്ര രാഷ്ട്രമോഹം അവസാനിച്ചു. ബലമായിട്ട് പാകിസ്ഥാൻ ബലോചിസ്ഥാനെ കൂടെ ചേർക്കുകയായിരുന്നു. പ്രകൃതിവാതക ധാതു നിക്ഷേപം കൊണ്ട് സമ്പന്നമായ പ്രദേശമാണ് എന്നതാണ് ബലോചിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബലോജികൾ ഇന്നും പാകിസ്ഥാനിലെ ഏറ്റവും ദരിദ്രരായ ജനവിഭാഗമാണ് എന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം അവിടെ ധാതു സമ്പത്തുണ്ട് താനും. സ്വന്തം ദേശത്തെ പാകിസ്ഥാൻ കറവപ്പശുവാക്കുന്നു എന്ന അമർഷമാണ് ഈ ബലോജികളെ ഇങ്ങനെ വലിയ പ്രൊട്ടസ്റ്റിലേക്ക് കൊണ്ടുപോയത്. 58, 59, 62, 63, 73, 77 കാലഘട്ടങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ദീർഘമായിട്ടുള്ള ചരിത്രമാണ് ഈ ബലോജികളുടെ
ആരാണ് ബലോച്ച് ലിബറേഷൻ ആർമി എന്നതുകൂടെ പരിശോധിക്കണം. അവരാണ് ഇപ്പോൾ ട്രെയിൻ തട്ടി സ്വതന്ത്ര ബലോച്ച് രാഷ്ട്രത്തിനായി ബാധിക്കുന്ന സായുധ സംഘടനയാണ് ഈ സംഘം ലിബറേഷൻ ആർമി. 47-ൽ ഇന്ത്യ വിഭജനത്തോടെ ബലോച്ച് മോചന നീക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ഈ സംഘടന ഇറാനിലെ ബലോച്ചുകൾ ഇറാൻ്റെ ശത്രുക്കളാണ്. അവിടെ ഇറാനാണ് ബലോച്ച് സംഘത്തിനെതിരെ നിൽക്കുന്നത്. ഇവിടെ പാകിസ്ഥാൻ എന്ന പോലെ പാകിസ്ഥാനിലെ ബലോച്ചുകൾ പാകിസ്ഥാൻ്റെ ശത്രുക്കളാണ്. അങ്ങനെ ഇറാനിൽ ഷിയ ഭൂരിപക്ഷ രാജ്യമാണ്. അവിടുത്തെ ബലോച്ചുകൾ സുന്നികളാണ്. ഈ ഒരു പ്രശ്നവും കൂടി ഇതിനകത്ത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഇസ്ലാമിലെ 2 വിഭാഗങ്ങളായിട്ടുള്ള ഷിയ സുന്നി പ്രശ്നവും കൂടി ഇതിനകത്തുണ്ട്. പാകിസ്ഥാനിലെ ബലോച്ചുകളെ സഹായിക്കുന്നത് ഇറാനാണ് എന്ന ആരോപണം ഉണ്ട്. അവർക്ക് ഇന്ത്യയും BLA സഹായിക്കുന്നുവെന്ന് പാക് ആരോപണമുണ്ട്. ഇന്ത്യക്ക് അവിടെ ഒരു വിഘടനം ഉണ്ടാകുന്നത് സന്തോഷകരമാണ് എന്ന ലോജിക്ക് വെച്ചാണ് BLA അത് പറയുന്നത്. പക്ഷേ ഇതിന് തെളിവ് ഹാജരാക്കാനൊന്നും പാകിസ്ഥാന് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ആരോപണം അവർ മുന്നോട്ട് വയ്ക്കുകയാണ്, ഇന്ത്യ ഇതിന് പിന്നിലുണ്ട് എന്ന്. പക്ഷേ തെളിവൊന്നും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴെന്തുകൊണ്ടാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായത് എന്ന ചോദ്യം സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലേക്ക് വരും. അതിനുള്ള ചില പോയിന്റ്സ് ഇതാണ്. ബലോച്ച് വിഘടനവാദം രാഷ്ട്ര രൂപീകരണം മുതൽ പാകിസ്ഥാന് തലവേദനയാണ്. ഇപ്പോൾ ആക്രമണം ഉണ്ടായെങ്കിലും ഇത് വളരെ പതിറ്റാണ്ടുകളായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോഴത്തെ ആക്രമണം കഴിഞ്ഞ വർഷത്തെ സംഘർഷത്തിൻ്റെ തുടർച്ചയായിട്ടുണ്ടായതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ മാർച്ചിൽ ബലോച്ച് പ്രവിശ്യയിൽ ഇറാൻ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് കരുതേണ്ടത്. തിരിച്ചടിയായി പാകിസ്ഥാൻ ഇറാനിലെ ബലോച്ച് മേഖലയും ആക്രമിച്ചു. അപ്പോൾ നേരത്തെ സംഘർഷമുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക തകർച്ച നേരിടുന്ന സമയമാണ്. ഈ സമയം വിഘടനവാദ പ്രവർത്തനത്തിന് ആക്രമിച്ചാൽ ലക്ഷ്യം നേടാം എന്ന് ബലോച്ചുകൾ കരുതുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായത് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെയും അതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ പെട്ടെന്ന് ഒരു അന്താരാഷ്ട്ര പ്രശ്നം പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ടത് പൊതുസമൂഹത്തിന് മുന്നിലേക്ക് പെട്ടെന്നങ്ങ് വരികയാണ്. ഒരു വലിയ ആക്രമണത്തിലൂടെ, അതും ആളുകളെ വളരെ ഡ്രമാറ്റിക്കായിട്ടുള്ള ആക്രമണത്തിലൂടെ, ഇപ്പോഴും പരിഹരിക്കപ്പെടാത്തൊരു ആക്രമണത്തിലൂടെ ഈ ബലോച്ച് തീവ്രവാദികൾ അല്ലെങ്കിൽ വിഘടനവാദികൾ എന്ന് പാകിസ്ഥാനുകാർ വിളിക്കുന്ന ആളുകൾ ഇങ്ങനെയൊരു പ്രശ്നത്തെ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. കർഷകൻ അതിൽ സനീഷ്, ഇതിനകത്തൊരു കാര്യം, ഇത് ഇപ്പോൾ ഈ ബലോചിസ്ഥാൻ എന്ന് പറയുന്ന മേഖല, ഈ ബലോച്ചുകൾ ഏതാണ്ട് ഒരു കോടിക്ക് മേൽ വരുന്ന ഒരു ജനതയാണ്. ഇവരുടെ ഈ പ്രദേശം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഒരു വലിയ പ്രദേശമാണ്. ബലോചിസ്ഥാൻ പാകിസ്ഥാനിൽ ഉൾപ്പെടുന്ന പ്രദേശം. ഒപ്പം ഇറാനിലുണ്ട്, അഫ്ഗാനിസ്ഥാൻ്റെ അതിർത്തി പങ്കിടുന്നുണ്ട്. ഈ 3 രാജ്യങ്ങളുടെയും അതിർത്തി പങ്കിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ താല്പര്യമുള്ളവരാരൊക്കെയാണെന്നറിയാമോ? അത് ഒന്ന് പാകിസ്ഥാൻ്റെ തന്നെ പ്രധാനപ്പെട്ട താല്പര്യങ്ങൾ. കാരണം ധാതു സമ്പുഷ്ടമായ ഒരു മേഖലയാണ്. അവിടെ നിന്നുള്ള സമ്പത്ത് തീർച്ചയായും പാകിസ്ഥാന് വേണം. പക്ഷേ പാകിസ്ഥാൻ എല്ലാ കാലത്തും ബലൂചിസ്ഥാനോട് ഒരു 2ാം തരം സമീപനമാണ് ആ പ്രദേശത്തോട് അവിടുത്തെ ജനതയോട് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെയുള്ള ഒരു സംഗതിയാണ് ഇറാൻ അവിടെ താല്പര്യമുണ്ട്. ഇറാൻ്റെ താല്പര്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ഇറാനിൽ ഈ ബലൂച്ചികളും ഇറാനികളും തമ്മിൽ ശത്രുത ഒരു തരത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ ഇറാൻ്റെ താല്പര്യങ്ങൾ ഇറാനുമായി ചാബഹാർ തുറമുഖം ഇന്ത്യ ഇറാനുമായി ചേർന്ന് നടപ്പാക്കിയിരിക്കുന്ന ചാബഹാർ തുറമുഖം അവിടെ നിൽക്കുന്നു. അപ്പം ചൈനയുടെ താല്പര്യങ്ങൾ വേറൊന്നാണ്. ഇത് ഗദ്വാർ തുറമുഖം, അതായത് ഈ ഇവരുടെ സാമ്പത്തിക പദ്ധതി ഉണ്ടല്ലോ, പാകിസ്ഥാനുമായി ചേർന്നുള്ള സാമ്പത്തിക പദ്ധതികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ പറയുന്ന ബലൂചിസ്ഥാൻ. ഇനി അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്. അമേരിക്കയ്ക്ക് എന്താ താല്പര്യം? അമേരിക്കയ്ക്ക് ഇറാനെ നിരീക്ഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രദേശമാണ് ഈ ബലൂചിസ്ഥാൻ. അങ്ങനെ എല്ലാ തരത്തിലും താല്പര്യങ്ങളുള്ള മേഖലയാണ്. അതുകൊണ്ടുകൂടെയാണ് സൂക്ഷ്മമായി ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ആദ്യം അറിഞ്ഞത് അമേരിക്ക തന്നെയാണ്. ഇത്തവണയും അമേരിക്ക പൗരന്മാരോട് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഈ ഉടനെ എങ്ങും പോകരുത്, അവിടെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കൃത്യം ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അന്താരാഷ്ട്ര താല്പര്യങ്ങൾ പലതരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഇന്ത്യ എന്ന വിശാലമായ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. പിന്നെ ഇന്ത്യയും പാകിസ്ഥാനും വേർപിരിയുമ്പോൾ ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചവരാണ് ബലൂചിസ്ഥാനികൾ, അല്ലെങ്കിൽ സ്വതന്ത്ര രാഷ്ട്രമായി പിന്നെ നിലനിൽക്കുന്നത്. പക്ഷേ അന്ന് മുഹമ്മദ് അലി ജിന്ന കടുംപിടുത്തം നടത്തിയാണ് പട്ടാളത്തെ 48 ഇത് പിടിച്ചെടുക്കുന്നത്. ഇത് അപ്പോൾ അങ്ങനെ പിടിച്ചെടുത്ത് പാകിസ്ഥാനോട് ചേർത്ത ഒരു വലിയ പ്രദേശം, അവിടെ ആ പ്രദേശത്ത് അന്ന് മുതൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ്. അതായത് ഒരു 20,000-ത്തിനടുത്തെങ്കിലും ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട് ഈ പ്രശ്നത്തിൽ എന്നുള്ളതാണ്. ഈ ഒരു സംഘർഷത്തിൽ ഒരു 10-20,000 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം എന്ന് തന്നെയാണ്. ഈ ഇപ്പോഴത്തെ സംഭവത്തിലല്ല, ഈ ബലൂചിസ്ഥാനികളുമായുള്ള പാകിസ്ഥാന്റെ നിരന്തരമായ സംഘർഷത്തിൽ അത് ഉണ്ടായിട്ടുണ്ടാവുന്നതാണ്. അത് എല്ലാ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക താല്പര്യം കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇനിയും തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടാവുക തന്നെ. നമുക്കിത് പെട്ടെന്ന് തന്നെ അടുത്ത വിഷയത്തിലേക്ക് പോകാം. അതിനുമുമ്പ് ഞാനിതിൻ്റെ വായനയിൽ മഹരംഗ് ബലോച്ച് എന്ന് പറയുന്നൊരു പേര് വന്നു. മഹരംഗ് ബലോച്ച് എന്ന് വെച്ചാൽ 90കളിലൊക്കെ ജനിച്ച ഒരു 10-30 വയസ്സുള്ള ഒരു യുവതിയാണ്. അവിടുത്തെ വലിയ ആക്ടിവിസ്റ്റാണ്. ബലൂചിസ്ഥാൻ സ്വതന്ത്രമാക്കണം എന്ന ആവശ്യവും, അതേസമയം ഈ പാകിസ്ഥാന് എന്ന് വെച്ചാൽ മെയിൻലാൻഡ് ഇവരോട് വലിയ ക്രൂരതയാണ് ചെയ്യുന്നത്. ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കില്ലിങ്സ് ഒക്കെ ഒരുപാട് നടന്നു എന്ന് പറഞ്ഞൊരു മനുഷ്യാവകാശ പ്രവർത്തകയാണ്. ഈ ബലൂച്ച് പ്രശ്നം
അന്താരാഷ്ട്ര തലത്തിൽ ടൈം മാഗസിൻ്റെ 100 പ്രധാനപ്പെട്ട വനിതകളിൽ ഒരാളായിരുന്നു മെഹറിംഗ് ബലോച്ച്. അപ്പോൾ ഈ പ്രശ്നം പൊതുവിൽ ലോകത്താകെ ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ്. അവരുടെ വ്യക്തിപരമായിട്ടുള്ള അനുഭവം തന്നെയും ഈ സംഭവങ്ങളെക്കുറിച്ച് വലിയ വിശദാംശങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അവരുടെ അച്ഛനെ ഈ ബലൂച്ച് ഈ കോസിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളായിരുന്നു. അച്ഛനും സഹോദരനും രണ്ടുപേരെയും കൊന്നു കളഞ്ഞു. വളരെ വലിയ ടോർച്ചറാണ് അത്ര അച്ഛന് നേരെ ഉണ്ടായത്. അതുകൊണ്ട് മെഹറിംഗ് ബലോച്ച് അങ്ങനെയാണ് ഈ പ്രശ്നത്തിലേക്ക് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ മെയിൻലാൻഡ് അതോട് ചേർന്ന് ഒരല്പം വിട്ടു നിൽക്കുന്ന രാജ്യങ്ങളോട് അല്ലെങ്കിൽ പ്രദേശങ്ങളോട് ചെയ്യുന്ന ഈ കാര്യം ഇപ്പോൾ ഉക്രൈനിലൊക്കെ കാണുന്ന റഷ്യ ഉക്രൈനോട് ചെയ്യാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവർ വിചാരിക്കുന്ന പോലുള്ള ഈ പൊതുവിൽ എല്ലാ സ്ഥലങ്ങളിലും ലോകത്തെല്ലായിടത്തും കാണുന്ന തരത്തിലുള്ള പ്രശ്നങ്ങൾ ഈ ബലൂചിസ്ഥാനിലുമുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നിൽ സ്വാഭാവികമായിട്ടും ഇത്ര സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെടുന്നിടത്ത് ഈ അഹിംസ കൊണ്ട് സമരം നടത്തുന്ന ആളുകളുണ്ടാവും, ഹിംസ കൊണ്ട് നടത്തുന്ന സമരം നടത്തുന്ന ആൾക്കാർ. അപ്പം മെഹറിംഗ് ബലോച്ച് അവിടെയുണ്ട്, ഈ ബലോച്ച് ലിബറേഷൻ ആർമിയുണ്ട്. അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു കുറച്ച് കൂടുതൽ വിശദാംശങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ വരാൻ സാധ്യതയുണ്ട്. പാകിസ്ഥാൻ നമ്മുടെ അയൽ രാജ്യമാണ്, തൊട്ടടുത്ത് കിടക്കുന്ന, ഒരിക്കൽ നമ്മുടെ തന്നെ ഭാഗമായിരുന്ന രാഷ്ട്രം. അതുകൊണ്ട് തന്നെ അവിടെ സംഭവിക്കുന്ന ഇതുപോലുള്ള വിഘടനവാദ പ്രശ്നങ്ങളും മറ്റും നമ്മൾ കൂടെ ഗൗരവത്തിലെടുക്കേണ്ട പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ അടിക്കടി ഇത്തരം വിഘടനവാദ സംഭവങ്ങൾ ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നമ്മൾ ഇന്ത്യക്കാർക്കുള്ള മുന്നറിയിപ്പുകളുമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സുഘടിതമായ ഭരണ സംവിധാനവും ജനാധിപത്യ പ്രക്രിയകളും ഇന്ത്യയിൽ എന്നതുപോലെ പാകിസ്ഥാനിൽ ഇപ്പോഴില്ല. എല്ലാവർക്കും അറിയാം. ഒരു മതാധിഷ്ഠിത രാഷ്ട്രവും ആയതിനാൽ ചിതറിയ ഉറപ്പില്ലാത്ത ഭരണകൂട സംവിധാനവും സർക്കാരിൻ്റെ അത്ര തന്നെ ശക്തരായ തീവ്രവാദ സംഘടനകളും ചേർന്ന് അവിടം ദുർബലമായ ഒരിടമാക്കി മാറ്റിയിരിക്കുന്നു. അതുകൊണ്ടുകൂടെയാണ് സെപ്പറേറ്റിസ്റ്റ് സംഘങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോകാനായി ഹിംസാത്മകമായ രീതികൾ പ്രയോഗിക്കുന്നത് എന്നും കാണണം. പ്രത്യേകിച്ചും ഇപ്പോൾ ദുർബലമായിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. ഉറച്ച ജനാധിപത്യ ഭരണകൂടവും നിരന്തരം സ്വയം പുതുക്കുന്ന ജനാധിപത്യ ബോധ്യങ്ങളും കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും വിശാലവും സ്വതന്ത്രവുമായി അവരവരുടെ വ്യത്യസ്തതകളുമായി ജീവിക്കാനാകുന്ന പൗരരും നമ്മുടെ രാജ്യത്തിനും എത്രത്തോളം ആവശ്യമാണ് എന്ന് കൂടെ ബോധ്യപ്പെടുന്ന ഒന്നായിട്ട് ആലോചിക്കുന്നവർക്ക് ബലൂച്ച് പ്രശ്നത്തെ കാണാവുന്നതാണ്. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം.